എല്ലാവർക്കും നമസ്കാരം. അദാനി അക്വാറിയത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ക്രൈഫിഷുകളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചു. അപ്പോൾ അവർക്കുള്ള ഫുഡിൻ്റെ കാര്യം പലർക്കും സംശയമുണ്ട്. അപ്പോൾ എന്താണ് ഫുഡ് കൊടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ഫിഷുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ജലജീവികളെ അപേക്ഷിച്ച് അവർ എന്ത് കിട്ടിയാലും തിന്നും. അതുപോലെ തന്നെ വാട്ടർ പ്ലാന്റുകൾ, വെജിറ്റബിൾസ് നമുക്ക് ഹാഫ് ബോയിൽഡ് ചെയ്ത് കൊടുക്കാം, മാംസങ്ങൾ കൊടുക്കാം, എല്ലാം കഴിക്കും. പക്ഷേ ടാങ്ക് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ വെള്ളം ചീത്തയാവാനുള്ള സാധ്യത, ഡെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഈ കാലുകളും കൈകളും എപ്പോഴും പൊരുപൊരുത്തോണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് വിശപ്പ് മാറിയാലും ഇവർ ഈ തീറ്റകൾ പൊടിച്ച് നശിപ്പിക്കുന്ന ഒരു പരിപാടി കൂടി ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കാണില്ല, വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ വെള്ളം എപ്പോഴും ക്ലീൻ ആക്കേണ്ടത് ആവശ്യകതയാണ്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവിധ ഐറ്റംസും അവർ കഴിക്കും എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന മറ്റൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെല്ലറ്റ് ഫുഡുകളാണ്. പെല്ലറ്റ് ഫുഡുകൾ അവർക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം കുട്ടികളുടെ വളർച്ചയ്ക്കും അവർക്ക് കിട്ടേണ്ട കാൽസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയൊക്കെ അളവ് കൂടുതലായിട്ട് കിട്ടാനും നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ സഹായിക്കുന്നത് ഒരു പരിധിവരെ പെല്ലറ്റ് ഫുഡ് തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ പെല്ലറ്റ് ഫുഡ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. 2 തരം പെല്ലറ്റ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ കാണുന്ന പെല്ലറ്റ് രൂപത്തിലുള്ളതും അതുപോലെ തന്നെ പൗഡർ രൂപത്തിലുള്ളതും. ഇതാണ് പൗഡർ രൂപത്തിലുള്ള നമ്മുടെ പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടിയ ക്രൈഫിഷുകൾക്കുള്ള ഫുഡ്. ക്രൈഫിഷുകൾക്ക് മാത്രമല്ല, ഷ്രിമ്പുകൾക്കും മീനുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ്. ഇത് തരി രൂപത്തിലാണ്, വെള്ളത്തിൽ അലിഞ്ഞ് വെള്ളം കലങ്ങില്ല. ഈ കാണുന്നത് പെല്ലറ്റ് ഫുഡാണ്. പെല്ലറ്റ് ഫുഡ് നമ്മൾ ഒന്നും കൂടി വലിയ സൈസുള്ള ക്രൈഫിഷുകൾക്ക് കൊടുക്കുന്നതാണ്. അതായത് 2 മാസത്തോളം നമ്മൾ കുട്ടികൾക്ക് പൗഡർ ഫുഡ് കൊടുത്തതിന് ശേഷം ഈ കാണുന്ന വലിയ പെല്ലറ്റിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. വിരിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് ഈ കാണുന്ന പൗഡർ ഫുഡ് കൊടുത്ത് അവരെ സൈസാക്കി എടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 2 മാസത്തോളം നമ്മൾ അവരെ വിരിഞ്ഞിറങ്ങിയ സ്റ്റേജ് തൊട്ട് ഈ പൗഡർ ഫുഡ് കൊടുത്ത് ശീലിപ്പിച്ച് വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് സെയിലിനുള്ള സൈസാക്കി എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് ഈ കാണുന്ന വലിയ പെല്ലറ്റുകളാണ്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ വളർച്ചയുടെ പൂർണ്ണ രൂപം വരെ വലിയ പെല്ലറ്റുകളാണ് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ വാട്ടർ പ്ലാന്റുകളും അതുപോലെ തന്നെയുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം. ആ ഒരു സ്റ്റേജിൽ അത് അവരെ ശീലിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫുഡുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.